രാജ്യം ഒരു പുതിയ വർഷത്തിലേക്ക് ചുവടുവയ്ക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. എന്നാൽ ഇത്തവണ വരുന്നത് വെറുമൊരു പുതുവർഷമല്ല, ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ നിർണായക മാറ്റങ്ങൾ കൊണ്ടുവരുന്ന വലിയൊരു പരിഷ്കാരത്തിന്റെ തുടക്കമാണ്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇരട്ടി മധുരം നൽകുന്ന 8ാം ശമ്പള കമ്മീഷൻ മുതൽ സാധാരണക്കാരുടെ പോക്കറ്റ് ചോരാതെ കാക്കുന്ന ഇന്ധനവില പരിഷ്കാരം വരെ 2026 ജനുവരി 1 മുതൽ രാജ്യം എങ്ങനെയൊക്കെയാണ് മാറിമറിയാൻ പോകുന്നത് അറിയാം ഈ റിപ്പോർട്ടിലൂടെ. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേന്ദ്ര സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഏറെക്കാലമായി കാത്തിരിക്കുന്ന 8ാം ശമ്പള കമ്മീഷൻ ശുപാർശകൾ പുതുവർഷത്തോടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനങ്ങളിൽ സ്വാഭാവികമായ കാലതാമസം ഉണ്ടായേക്കാമെങ്കിലും 2026 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയുള്ള ആനുകൂല്യങ്ങൾ ജീവനക്കാർക്ക് ലഭിക്കും. ഫിറ്റ്മെന്റ് ഫാക്ടറിൽ വരുന്ന മാറ്റം വഴി അടിസ്ഥാന ശമ്പളത്തിലും പെൻഷനിലും വൻ വർധനവാണ് നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇത് ഏകദേശം 1 കോടിയിലധികം വരുന്ന ജീവനക്കാർക്കും പെൻഷൻകാർക്കും വലിയ ആശ്വാസമാകും. സാധാരണക്കാർക്ക് ആശ്വാസമായി ഇന്ധനവിലയിലും മാറ്റം വരുന്നുണ്ട്. CNG PNG വിലകളിൽ കുറവുണ്ടാക്കാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം നികുതി പുനഃക്രമീകരിക്കുകയാണ്. രാജ്യവ്യാപകമായി പൈപ്പ് ലൈൻ താരിഫ് ഏകീകരിക്കുന്നതോടെ പാചകവാതകത്തിനും വാഹന ഇന്ധനത്തിനും കുറഞ്ഞ നിരക്ക് പ്രാബല്യത്തിൽ വരും. ഡിജിറ്റൽ ഇടപാടുകളിലും കുടിവെള്ളത്തിന്റെ ഗുണനിലവാരത്തിലും പുതിയ മാനദണ്ഡങ്ങൾ വരുന്നുണ്ട്. പാക്കേജ്ഡ് കുടിവെള്ളത്തിന് BIS സർട്ടിഫിക്കേഷൻ ഒഴിവാക്കി കൂടുതൽ കർശനമായ മൈക്രോബയോളജിക്കൽ പരിശോധനകൾ FSSAI നടപ്പിലാക്കും. അതോടൊപ്പം തന്നെ പാൻ കാർഡ് ആധാർ ബന്ധിപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഡിസംബർ 31 അവസാനിക്കും. ജനുവരി 1 മുതൽ ഇതിൽ പരാജയപ്പെടുന്നവരുടെ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകും. ബാങ്കിംഗ് മേഖലയിൽ ICICI ബാങ്ക് തങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഫീസുകളിൽ മാറ്റം വരുത്തുമ്പോൾ ഓൺലൈൻ ഗെയിമിങ്ങിനും വലിയ തുകകൾ വാലറ്റിൽ ലോഡ് ചെയ്യുന്നതിനും അധിക ചാർജ് നൽകേണ്ടി വരും. കേരളത്തിലേക്ക് നോക്കിയാൽ സംസ്ഥാന തലത്തിലും വലിയ മാറ്റങ്ങളുണ്ട്. സർക്കാർ ജീവനക്കാരുടെ മെഡിസെപ്പ് പ്രീമിയം 810 രൂപയായി വർദ്ധിക്കും. KSEBയുടെ പുനരുപയോഗ ഊർജ ബില്ലിങ്ങിലും പുതിയ ചട്ടങ്ങൾ വരികയാണ്. സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് നെറ്റ് മീറ്ററിംഗ് സൗകര്യം ലഭ്യമാകുമെങ്കിലും രാത്രികാലങ്ങളിൽ ഗ്രിഡ് ഉപയോഗിക്കുന്നതിന് നിശ്ചിത ചാർജ് നൽകേണ്ടി വരും. ഗതാഗത മേഖലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കൂടുതൽ സുതാര്യമാക്കാൻ ഡാഷ്ബോർഡ് ക്യാമറകൾ നിർബന്ധമാക്കുന്നതും മലിനീകരണ നിയന്ത്രണത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ഉറവിട മാലിന്യ സംസ്കരണം കർശനമാക്കുന്നതും ഇതിന്റെ ഭാഗമാണ്. ചുരുക്കത്തിൽ ഭരണനിർവഹണത്തിലും സാമ്പത്തിക ഇടപാടുകളിലും സംസ്ഥാന ദേശീയ തലത്തിൽ വലിയൊരു ശുദ്ധീകരണവും മുന്നേറ്റവുമാണ് ഈ പുതുവർഷം നമുക്കായി കരുതി വച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.